അപ്പൊ ഇന്ന് പൂച്ചിയൂർക്കാണ് യാത്ര. ലക്ഷ്മി മുരുകൻ വൈദ്യശാല, അതായത് വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ പാരമ്പര്യ ചികിത്സാ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒടിവ് ചതവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് തന്നെ അലക് വെച്ച് തുണി കൊണ്ട് കെട്ടും. കെട്ടിയ ശേഷം നമുക്കതിൽ കുഴമ്പൊഴിച്ച് കഴിഞ്ഞാൽ ജോയിന്റ് ആവുന്നതാണ് കണക്ക്. ആ ഒരു വിശ്വാസത്തോടെയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ ബിനോയ്, അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, കാണാം. പുള്ളിക്കാരനെ കൂട്ടിയിട്ട് ഏകദേശം ഒരു 3 പ്രാവശ്യം പോയി. ഇന്ന് 4ാമത്തെ യാത്രയാണ്. ഓരോ കെട്ടുകൾ കഴിയുമ്പോൾ അതിന്റെ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് 20 ദിവസമാണ്. ഏകദേശം പറഞ്ഞ 50ഓളം ദിവസം കഴിഞ്ഞു. അപ്പൊ ഇന്ന് പോകുമ്പോൾ അറിയാം എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം. നമസ്കാരം. ജനുവരി 28 എൻ്റെ ഒരു സുഹൃത്തിന് ചെറിയ ആക്സിഡന്റ് ആയി. അപ്പൊ അദ്ദേഹത്തിന് പന്നി ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പന്നി ക്രോസ് ചാടി അദ്ദേഹം താഴെ വീണു. താഴെ വീണ ശേഷം നമ്മൾ സ്വതവേ ചെയ്യുന്ന നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും. ആകെ പ്രശ്നത്തിലായി. പുള്ളിയുടെ കാലൊക്കെ നന്നായിട്ട് നീര് വെച്ചു. ഓപ്പറേഷന്റെ വക്കിലേക്ക് എത്തി. അങ്ങനെ അട്ടപ്പാടി ട്രൈബൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ നേരെ EMS കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ അൽഷിഫയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പൂച്ചൂർ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്, അതായത് കോയമ്പത്തൂർ. ഇവിടെ വന്ന് 4 പ്രാവശ്യത്തോളം ഇവിടെ കെട്ടി. ഇപ്പൊ ഏകദേശം ഒരു 50 ദിവസത്തിനടുത്തായി. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇവരുടെ ട്രീറ്റ്മെന്റ് വളരെ ഭംഗിയായിരുന്നു. ആള് നിൽക്കാനുള്ള പ്രാപ്തിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ള സംഭവമാണ്. അപ്പൊ വിനോദേട്ടാ, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? വിനോദേട്ടൻ തന്നെ പറയട്ടെ. എനിക്ക് സംഭവിക്കുന്നത് ജനുവരി 28 തീയതിയാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. സർജറി ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് നല്ല പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അവരെയുള്ള സ്നേഹിതരും പലരും ഇങ്ങനെ പറഞ്ഞു, പൂച്ചിയൂര് നല്ലൊരു വൈദ്യരുണ്ട്, ഇതിന്റെ പേര് പളനിസ്വാമി വൈദ്യര്. അപ്പൊ അവർ നല്ല ട്രീറ്റ്മെന്റ് ആണ്, പെട്ടെന്ന് ശരിയാകും, സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. ഇവിടുത്തെ ഇപ്പോൾ 4ാമത്തെ ഘട്ടമാണ്. അത് 15 ദിവസം കൂടുമ്പോൾ നമ്മൾ വരണം. അങ്ങനെ ഇപ്പോൾ 4ാമത്തെ ഘട്ടമാണ്. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നടക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ സാർ, നമുക്ക് എപ്പടി ട്രീറ്റ് പண்றது? ഒരു ആക്സിഡന്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് എപ്പടി ട്രീറ്റ്മെന്റ് ஸ்டைல் அங்கடே கொஞ்சம் சொல்ல முடியும்? அந்த ரீதிகள் எப்படி கொஞ்சம் சொல்ல முடியுமா? இல்லை, நீங்க இப்படி ஒரு ஆக்சிடென்ட் ஆச்சுன்னா எங்க இதுக்கு பொருந்துருமா இருந்தா நாங்க கட்டி விடுவோம். நம்ம பொடியா ஆயிட்டா அதை கிழிச்சு நீங்க ஆபரேஷன் தான் பண்ணிடணும். இதெல்லாம் எங்க ட்ரீட்மெண்ட்ல ரெடி ஆயிடும். இது ஜாஸ்தி அந்த கட்டாயி அந்த பொடியா அந்த பீஸ் ஆயிருந்ததுன்னா நாங்க கட்ட முடியாது. கட்ட முடியாம இருந்த ஒண்ணுமே கட்டிக்கலாம். அதெல்லாம் கட்டியே ரெடி பண்ணிக்கல, எல்லாம் தொந்தரவு இருக்காது. இது இப்படி இது மாதிரி ஆச்சுனாவோ, இந்த தோட கட்டாவோ, இது கட்டானாவோ, இல்ல மேல எது கட்டானாலும் சரி, எதா இருந்தாலும் 4 கட்டு 3 எண்ணெய் கட்டு, 4 மொட்டு பத்து போட்டா நடைய அதெல்லாம் எந்த தொந்தரவும் வராது. என்ன அங்க ஆஸ்பத்திரியில வலி தெரியாத മാത്രം കൊടുക്കறாங்க. എங்க കിട്ടും ഓയിൽ மட்டும். ആമാ, ഓയിൽ மட்டுം. നമുക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്ലേറ്റ് സർജറി ആയിരുന്നു പറഞ്ഞത്. പ്ലേറ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം എന്നുള്ള രീതിക്കായിരുന്നു ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് പോകാനായിട്ടൊരു മനസ്സ് തോന്നിയില്ല. എന്തായാലും അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞു, എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം അങ്ങനെയാണ് ഒരു റെഫറലിലൂടെ വന്നത്. ഇദ്ദേഹത്തിന് ഇവിടെ പൂച്ചൂര് വരാം, അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രത്യാശ, ഇവരുടെ ട്രീറ്റ്മെന്റ് വളരെ 100% വിജയിച്ചു തന്നെ പറയാൻ പറ്റും. കാരണം ഇവിടെ എടുത്തുകൊണ്ടത് ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ബിനോയേട്ടനെ കൊണ്ട് 3 പ്രാവശ്യം ഞാനവിടെ വന്നത്. ഇന്നാണ് പുള്ളിക്കാരൻ നിന്നത്. എന്ന് വെച്ചാൽ 40 ദിവസത്തോളം കഴിഞ്ഞു. അപ്പൊ പുള്ളി വോക്കറിന്റെ സഹായത്തോടെ ഇപ്പൊ നിൽക്കാനും സാധിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷപ്പെടുന്ന ട്രീറ്റ്മെന്റ് ചെയ്തതിലും താങ്ക് യു. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ബന്ധപ്പെടാൻ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.